നമസ്കാരം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആശ്രയ കേന്ദ്രമായ PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തെ മുൻ ഇടതുപക്ഷ സർക്കാർ സ്വന്തം പാർട്ടിക്കാർക്കും അനുകൂലികൾക്കും പിൻവാതിൽ നിയമനം നടത്താനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയതിന്റെ അതീവ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലുള്ള 3 സുപ്രധാന തസ്തികകളിലേക്ക് നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയുടെ ഫലം PSC പ്രസിദ്ധീകരിച്ചത് 10 ചോദ്യങ്ങൾക്ക് ഒട്ടും മൂല്യനിർണ്ണയം നടത്താതെയാണ്. 10 ചോദ്യങ്ങൾക്ക് കൂടി മാർക്ക് ഇട്ടിരുന്നെങ്കിൽ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് തന്നെ മാറി മറിയുമായിരുന്നു. എന്നിട്ടും തിരുത്തൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസ് പോലും നൽകാതെ PSC ബോധപൂർവം ഒളിച്ചു കളിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ നിയമപ്രകാരം അപ്പീലിന് പോയപ്പോഴാണ് ഉത്തരക്കടലാസ് നൽകാൻ ഇവർ തയ്യാറായതും PSCയുടെ ഈ ഒരു വൻ പിഴവ് പുറത്തു വന്നതും. 1.25 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയിലാണ് ഈ ഒരു അട്ടിമറി നടന്നിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അടിയന്തരമായി 1ാം റാങ്കുകാരനായി ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനെ നിയമിക്കുകയും ചെയ്തു. CPM നോമിനിയായി നിയമിക്കപ്പെട്ട PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു നേതൃത്വത്തിലാണ് ഈ ഒരു അവിശുദ്ധ അട്ടിമറി അണിയറയിൽ നടന്നത്. ഇത് ഒരു തസ്തികയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. PRDയിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിലും PSC കാട്ടിയത് സമാനതകളില്ലാത്ത ചട്ടലംഘനമാണ്. കഴിഞ്ഞ മുൻ സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു ഈ ഒരു വിവാദ നിയമനങ്ങളെല്ലാം അധികാരത്തിൽ കയറിയത്. PRDയിൽ പ്രിസം എന്ന എംപാനൽ സംവിധാനത്തിൽ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നവർക്ക് സ്ഥിരം ജീവനക്കാരെന്ന മട്ടിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകുകയും PSC അത് കണ്ടുംപൂട്ടി അംഗീകരിച്ച് ഇവർക്ക് നിയമനം നൽകുകയുമായിരുന്നു. PSC ചട്ടപ്രകാരം അപേക്ഷകരുടെ യോഗ്യതയും തൊഴിൽ പരിചയവും കണക്കാക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വെച്ചാണ്. എന്നാൽ AIO തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ് കൃത്യം 2 വർഷത്തിന് ശേഷമാണ് പ്രിസം പാനലിലുള്ളവർ തങ്ങളുടെ താൽക്കാലിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. ഈ ചട്ടവിരുദ്ധ സർട്ടിഫിക്കറ്റ് മുൻ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി PSC അംഗീകരിച്ച് കൊടുത്തു എന്നത് പാവപ്പെട്ട ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന തന്നെയാണ്. നിലവിലെ ഈ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ്. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് PSC വഴിയും താൽക്കാലിക നിയമനങ്ങളുടെ മറവിലും ഇടതുപക്ഷ അനുകൂലികളെ പിൻവാതിലൂടെ സർവീസിൽ കയറ്റാൻ വലിയൊരു ശൃംഖല തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. യോഗ്യതയുള്ള പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പ്രായപരിധി കഴിഞ്ഞ് കണ്ണീരൊഴുക്കുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് നൽകുന്ന ലിസ്റ്റുകൾ നോക്കി മാർക്ക് തിരുത്തിയും ചോദ്യങ്ങൾ മുക്കിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയും സ്വന്തക്കാരെ തിരികെ കയറ്റി ഈ ഒരു നടപടി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് PSCയുടെ മറവിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമന ലിസ്റ്റുകളും റാങ്ക് പട്ടികകളും സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ചും അനധികൃതമായ സർവീസിൽ കയറിപ്പറ്റി ഇപ്പോഴും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന സകല കമ്മ്യൂണിസ്റ്റ് അനുകൂലികളെയും കണ്ടെത്തി അടിയന്തരമായി സർവീസിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ PSC എന്ന പവിത്രമായ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച മുൻ സർക്കാരിന്റെ സകല അഴിമതി നിയമനങ്ങളും പുതിയ UDF സർക്കാരിന്റെ കീഴിൽ കണിശമായി തന്നെ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. അർഹതപ്പെട്ട പാവപ്പെട്ട യുവതലമുറയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടത് ഈ സർക്കാരിന്റെ ബാധ്യത കൂടിയാണ്.